ഞാൻ കൊച്ചി ടു മുംബൈ, മുംബൈ ടു ഹീത്രൂ ആയിരുന്നു എൻ്റെ യാത്രയുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കൊച്ചിയിലെ ഡൊമസ്റ്റിക് ടെർമിനലിലേക്കാണ് ആദ്യം പോയത്. കാരണം എൻ്റെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ ആദ്യം കൊച്ചി ടു മുംബൈ പോകുന്ന ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലേക്കുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് കടന്നു. ആദ്യം ഞാൻ എൻ്റെ പാസ്പോർട്ടും ടിക്കറ്റും കാണിച്ചു കൊടുത്ത് ഞാൻ അകത്തേക്ക് കയറി. എൻ്റെ ഫ്ലൈറ്റ് എയർ ഇന്ത്യ ആയിരുന്നു. അപ്പോൾ എയർ ഇന്ത്യയുടെ കൗണ്ടറിലേക്ക് പോയി എൻ്റെ ചെക്ക് ഇൻ ബാഗേജ് കൊടുത്തു. 23 കിലോ ആയിരുന്നു എനിക്കുണ്ടായിരുന്ന ലിമിറ്റ്. അവർ കിലോ തൂക്കി നോക്കി ഓക്കെ ആയിരുന്നു, അത് കയറ്റി വിട്ടു. പിന്നീട് അവിടെ നിന്ന് എനിക്ക് 2 ബോർഡിംഗ് പാസ് തന്നു. ഒന്ന് കൊച്ചി ടു മുംബൈ, മുംബൈ ടു ഹീത്രൂ ഉള്ളത്. അപ്പോൾ എൻ്റെ ആ ഒരു ഡൗട്ട് മാറി. എൻ്റെ ഫസ്റ്റ് എയർപോർട്ടിൽ നിന്ന് തന്നെ എനിക്ക് 2 ബോർഡിംഗ് പാസ് കിട്ടി. പിന്നീട് എനിക്കുള്ള ഡൗട്ട് എൻ്റെ ചെക്ക് ഇൻ ബാഗേജ് മുംബൈയിലെത്തുമ്പോൾ ഞാൻ സെൽഫ് ട്രാൻസ്ഫറായിട്ട് മാറ്റണോ അതോ ഓട്ടോമാറ്റിക്കലി മാറുമോ എന്നുള്ളത്. അപ്പോൾ അവരോട് ചോദിച്ചാൽ അവർ ഓട്ടോമാറ്റിക്കലി മാറുമെന്നാണ് പറഞ്ഞത്. ഞാനിനി എൻ്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ചെല്ലുമ്പോൾ അത് എടുത്താൽ മതി, അതായത് ഹീത്രൂവിൽ ചെല്ലുമ്പം. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് കടന്ന് എൻ്റെ ക്യാബിൻ ബാഗേജ് ചെക്ക് ചെയ്യുന്ന ഏരിയയിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക്സ് ഐറ്റംസ്, അതുപോലെ തന്നെ നമ്മുടെ മെറ്റൽ പാർട്സ് ഉള്ള ഐറ്റംസ്, ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് ഇവിടെയാണ് ചെക്കിങ് നടത്തുന്നത്. അതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ ഫ്ലൈറ്റ് വരുന്ന ഗേറ്റിലേക്ക് അടുത്ത് വിട്ടു. എൻ്റെ മറ്റൊരു ഡൗട്ട് ഉണ്ടായിരുന്നത് എമിഗ്രേഷൻ കൊച്ചിയിലായിരിക്കും അത് മുംബൈയിലായിരിക്കും എന്നുള്ളതായിരുന്നു. അത് കൊച്ചിയിലുണ്ടായിരുന്നില്ല, അത് മുംബൈയിലായിരിക്കും നടക്കുക എന്നാണ് അറിയാൻ സാധിച്ചത്. അതിനുശേഷം എനിക്ക് എയർപോർട്ട് ലോഞ്ച് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ലോഞ്ച് ആക്സസ് ഉപയോഗിച്ചു. SBIയുടെ കാർഡായിരുന്നു എനിക്കുണ്ടായിരുന്നത്. 25 രൂപയാണ് അവർ ഫസ്റ്റ് കട്ട് ചെയ്ത്, പിന്നീട് അവരത് തിരിച്ച് റിട്ടേൺ തന്നിരുന്നു. അപ്പം പിന്നീട് ഒരു 2-2.5 മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര കഴിഞ്ഞ് ഞാൻ മുംബൈയിലെത്തി അടുത്ത എൻ്റെ ഗേറ്റിലേക്ക് എങ്ങനെ പോകുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് എൻ്റെ അടുത്ത് തന്നെയായിരുന്നു, ഞാൻ ഇറങ്ങിയതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു എൻ്റെ അടുത്ത ഗേറ്റും ഉണ്ടായിരുന്നത്, എനിക്ക് പോകേണ്ട ഗേറ്റും ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് അവിടെയുള്ള ഇൻഫർമേഷൻ ഡെസ്കിൽ ചോദിച്ച് കൺഫേം ചെയ്തിട്ടാണ് പോയത്. ചിലവർക്ക് ഇച്ചിരി ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ടാകും. മുംബൈ എയർപോർട്ടിൽ എനിക്ക് കൊച്ചിയിൽ നിന്ന് കിട്ടിയ ബോർഡിംഗ് പാസ് മുംബൈ ടു ഹീത്രൂ ബോർഡിംഗ് പാസ് കാട്ടി കൊടുത്താണ് ഞാൻ കയറിയത്. സെക്യൂരിറ്റി ജീവനക്കാരത് പരിശോധിച്ചു. ശേഷം ഞാൻ എൻ്റെ ചെക്ക് ഇൻ ബാഗേജിൻ്റെ അതുപോലെ തന്നെ പേഴ്സണൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തി. നമ്മൾ നേരത്തെ കൊച്ചിയിൽ നടത്തിയ പോലെ തന്നെ. അതിനുശേഷം ആണ് ഞാൻ ഇമിഗ്രേഷനിലേക്ക് പോയത്. ഇമിഗ്രേഷനിൽ നമ്മൾ വിസയും പാസ്പോർട്ടും മറ്റ് ഡീറ്റെയിൽസും കാണിച്ചു കൊടുത്ത് അവർ അപ്രൂവ് ചെയ്തു. മുംബൈ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ കൊച്ചിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയ എയർപോർട്ടാണ്. ഒരുപാട് ഗേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ഗേറ്റിലേക്ക് പോയി. ഏതാണ്ട് ഒരു 5-5.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത ഫ്ലൈറ്റ് വരുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മുടെ ഗേറ്റ് മാറുന്നുണ്ടോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഗേറ്റ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു. ഒരു ഫ്ലൈറ്റ് പോകുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ആ ഗേറ്റിലേക്ക് തന്നെ ഞാൻ വീണ്ടും കറക്റ്റ് ഗേറ്റിലേക്ക് ചെന്നിരുന്നു. അതിനുശേഷം നമ്മൾ ഫ്ലൈറ്റ് കയറിപ്പോയി. അതിനുശേഷം നമുക്ക് ഹീത്രൂവിലും നമ്മുടെ എമിഗ്രേഷൻ പ്രോസസ്സുകൾ കഴിഞ്ഞ് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റി. അപ്പോൾ എയർ ഇന്ത്യയിലുള്ള യാത്രയും പല പ്രശ്നങ്ങൾ എയർ ഇന്ത്യനെ പറ്റി കേട്ടിരുന്നു. അപ്പോൾ പേടിച്ചാണ് പോയത്. പക്ഷേ നല്ലൊരു ഫ്ലൈറ്റ് യാത്രയാണ്. എനിക്ക്